ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഷൊർണൂർ നഗരസഭയിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളുടെ പെർമിറ്റും മറ്റ് രേഖകളും പരിശോധിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടികളിലേക്ക്. ഈ മാസം 31-നകം നഗരത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷകളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഷൊർണൂർ ടൗൺ, കനറ ബാങ്ക് തുടങ്ങിയ സ്റ്റാൻഡുകളിലായി 86 ഓട്ടോറിക്ഷകൾക്ക് ഇതിനോടകം പെർമിറ്റ് അനുവദിച്ചിട്ടുണ്ട്. ഇനി ശേഷിക്കുന്ന 25 അപേക്ഷകരിൽ അർഹരായവർക്ക് നിയമപ്രകാരം പെർമിറ്റ് നൽകുന്നതിനായുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കും. ഇതര സ്റ്റാൻഡുകളിലെ ഓട്ടോറിക്ഷകൾ അനധികൃതമായി സർവീസ് നടത്തുന്നുവെന്നും പല വാഹനങ്ങൾക്കും ഇൻഷുറൻസ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളില്ലെന്നും തൊഴിലാളി സംഘടനകളും ഡ്രൈവർമാരും പരാതിപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. 4 മാസം മുൻപ് പോലീസ് വിവരശേഖരണം നടത്തി നടപടി ആരംഭിച്ചിരുന്നെങ്കിലും യൂണിയനുകളുമായുള്ള ചർച്ചയെ തുടർന്ന് അത് നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ രേഖകളില്ലാതെ സർവീസ് നടത്തുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി എടുക്കാനാണ് പുതിയ തീരുമാനം. നഗരസഭാധ്യക്ഷ പി നിർമ്മല, ഉപാധ്യക്ഷൻ എ കെ അനുരാജ്, ഷൊർണൂർ SI കെ സേതുമാധവൻ, ജോയിന്റ് RTO, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ യോഗം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ കയറുന്ന വിഷയം ബസിന്റെ ഉടമസ്ഥരെ മീറ്റിംഗ് വിളിച്ചതിന് ശേഷം ഒന്നും കൂടി പറഞ്ഞിട്ട് അവര് ബസ് സ്റ്റാൻഡിൽ കയറാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കും. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ട എന്ത് സഹായമാണെങ്കിലും പോലീസ് ചെയ്തു തരാമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഓട്ടോ തൊഴിലാളികളുടെ പെർമിറ്റിന്റെ കാര്യം നിലവിൽ അവിടെ ഓടുന്നവർക്ക് അവിടെ പെർമിറ്റ് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജനുവരി 31 ഉള്ളിൽ അത് പരിശോധിച്ച് MBDയുടെ ഭാഗത്തു നിന്നും പരിശോധനയ്ക്ക് ശേഷം വിവരം അറിയിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് CCV.